ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീകാന്തോ എന്ന ബംഗാളി വെബ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പുതുച്ചേരിയിലെ കുറച്ച് മീൻപിടുത്തക്കാരുടെ കൂടെ കടലിൽ പോയി മീനെല്ലാം പിടിച്ചുകൊണ്ട് സന്തോഷമായി ജീവിക്കുന്ന നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം 2 ടൂറിസ്റ്റുകൾ കടലിൻ്റെ ഫോട്ടോ എല്ലാം എടുക്കാനായി നായകനെയും കൂട്ടിക്കൊണ്ട് ഒരു ബോട്ടിൽ കടലിലേക്ക് പോകുന്നു. ആ ടൂറിസ്റ്റുകളിൽ ഒരാളായ ഋതു എന്ന പെൺകുട്ടി തൻ്റെ സുഹൃത്തായിട്ടുള്ള ആദിയോട് നല്ല രീതിക്ക് പോസ് എല്ലാം ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവർ രണ്ടുപേരും പരസ്പരം മാറി മാറി ഫോട്ടോ എല്ലാം എടുത്ത ശേഷം അതെല്ലാം എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ ആദ്യ ഋതുവിനോട് ആരും കാണാതെ നായകൻ്റെ ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ഋതുവിന് ആദ്യമൊന്നും ഈ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ആദിയുടെ നിർബന്ധം കാരണം നായകൻ്റെ ഫോട്ടോ എല്ലാം അവൻ എടുക്കുന്നു. അവർ ഈ ഫോട്ടോ എല്ലാം എടുക്കുന്നത് നായകൻ കാണുന്നുണ്ടെങ്കിലും അവൻ ഒന്നും തന്നെ അറിയാത്ത പോലെയെല്ലാം അവൻ്റെ മുമ്പിൽ അഭിനയിച്ച് നിൽക്കുന്നു. ആദ്യ നായകന് ബംഗാളി അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഋതുവിനോട് ബംഗാളി നായകനെ പറ്റിയെല്ലാം കമൻ്റ് അടിക്കുന്നു. എന്നാൽ തീരമെത്തിയതും അവർ ബോട്ടിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ നായകൻ ബംഗാളിൽ ആദിയോട് യാത്ര സുഖമായിരുന്നോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട് അവൾ മൊത്തത്തിൽ ഷോക്കാവുന്നു. അവിടെ കച്ചിത് 1 വർഷം മുമ്പ് ഹോട്ടലിൽ വെച്ച് പിയാലിയുടെ അസിസ്റ്റന്റിനോട് സംസാരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം അവൾ നായകനോട് നീ എന്തിനാണ് കോളേജിൽ നിന്നും ഡ്രോപ്പ് ചെയ്തു പോയത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. നായകൻ താൻ കോളേജിൽ വെച്ച് ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നുവെന്നും അതുകൊണ്ട് കുറച്ചു കാലം റീഹാബിൽ കഴിഞ്ഞ ശേഷമാണ് ഡിസൈനിങ് കോഴ്സ് എല്ലാം പഠിച്ചുകൊണ്ട് ഈ ടൗണിലേക്ക് ജോലിക്ക് വന്നത് എന്ന കാര്യമെല്ലാം അവളോട് പറയുന്നു. രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്നാരോ റൂമിൻ്റെ കോളിംഗ് ബെല്ലെല്ലാം അടിക്കുന്ന ശബ്ദം കേട്ട് അവൾ നായകനോട് വാഷ്റൂമിൽ കയറി ഒളിച്ചിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഡോർ തുറന്നതും പിയാലി അവളുടെ ഹെയർ ഡ്രയർ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് നേരെ അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് വരുന്നു. ഹെയർ ഡ്രയർ എല്ലാം എടുത്ത് അവിടെ നിന്നും പോകാൻ നേരം അസിസ്റ്റന്റ് പിയാലിയോട് അവൾ എന്തിനാണ് ഓപ്ഷനിൽ വെച്ച് ശ്രീകാന്തോയെ മൈൻഡ് ചെയ്യാതിരുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും പിയാലി ഇതിന്റെ ഉത്തരം നിനക്ക് തന്നെ ചിന്തിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവിടെ കച്ചിത് ഫ്ലാഷ് ബാക്കിൽ 2006 നായകന്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. ആ സമയം നായകൻ ഒന്നും പഠിക്കാത്തത് കൊണ്ട് നായകന്റെ വീട്ടുകാർ നായകന്റെ ക്രഷായിട്ടുള്ള രാജ്ലോക്കയുടെ അടുത്ത് ട്യൂഷനെല്ലാം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് നായകൻ പ്രണയിച്ചിരുന്നത് പ്രായത്തിന് മൂത്ത ഒരാളെയാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. രാജ്ലോക്കി നായകനോട് അവൾ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിനെല്ലാം ഉത്തരമെല്ലാം എഴുതി തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ നായകനാവട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ രാജ്ലോക്കിയുടെ ഒരു ചിത്രമെല്ലാം വരച്ച് അവൾക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അതുപോരാതെ അവൾ എവിടേക്ക് ചെന്നാലും അവളുടെ പിന്നാലെ ഫോളോ ചെയ്തെല്ലാം പോകാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജ്ലോക്കി ട്യൂഷനെല്ലാം കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടികളോടെല്ലാം വീട്ടിൽ പോകാനായി പറയുന്നു. എന്നാൽ ഈ സമയം വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ നായകനോട് നിനക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ അവിടെ പിടിച്ചു നിർത്തുന്നു. ബാക്കി കുട്ടികളെല്ലാം പോയ ശേഷം അവൾ നായകനോട് അവൾക്ക് വേണ്ടി ആരും അറിയാതെ ഒരു അശ്ലീല ചിത്രത്തിന്റെ കാസറ്റ് എല്ലാം മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് കേട്ട് ആദ്യമൊന്ന് നായകൻ ഞെട്ടുന്നുണ്ടെങ്കിലും രാജ്ലോക്കി തന്നോട് ആദ്യമായി പറഞ്ഞ കാര്യമായതുകൊണ്ട് അവൻ ഒട്ടും മടിക്കാതെ തന്നെ ആ കാസറ്റ് എല്ലാം മേടിച്ചുകൊണ്ട് അവൾക്ക് കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ നായകൻ ഭൂരിഭാഗം സമയവും പഠിക്കാനെന്ന വ്യാജനെ നായികയുടെ വീട്ടിൽ തന്നെ സമയമെല്ലാം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈവനിങ്ങിൽ നായികയുടെ അമ്മ ഹാളിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നായകനോട് താൻ പുറത്ത് ഷോപ്പിങ്ങിന് പോവുകയാണെന്നും അതുകൊണ്ട് രാജ്ലോക്കിയോട് താൻ പോയ വിവരമെല്ലാം പറയാൻ വേണ്ടി നായകനോട് പറയുന്നു. അവൻ ഈ കാര്യമെല്ലാം രാജ്ലോക്കിയോട് പറയാനായി വേഗം തന്നെ അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു. എന്നാൽ ആ സമയം അവൻ ഡോറിന്റെ ഇടയിലൂടെ കുളി കഴിഞ്ഞു വന്ന രാജ്ലോക്കി ഡ്രസ്സെല്ലാം മറന്ന് കാണാനിടയാവുന്നു. എന്നാൽ രാജ്ലോക്കി ആവട്ടെ അവൻ തന്നെ നോക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിട്ടും ഒന്നും തന്നെ മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുന്നു. കുറച്ചു കഴിഞ്ഞതും നായകന് ഉള്ളിൽ നിന്നും ചെറുതായിട്ട് പേടിയെല്ലാം വന്നതുകൊണ്ട് അവൻ അവിടെ നിന്നും വേഗം തന്നെ തന്റെ ടേബിളിലേക്ക് ഓടിച്ചെല്ലുന്നു. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ താൻ വരച്ചിട്ടുള്ള രാജ്ലോക്കിയുടെ ചിത്രവുമായി നേരെ അവളെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവൻ റൂമിനുള്ളിൽ രാജ്ലോക്കിയും ആ നാട്ടിലെ ഒരു പയ്യനും കൂടി ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറുന്നത് കണ്ട് അവൻ മൊത്തത്തിൽ ഷോക്കാവുന്നു. അവൻ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നും വേഗം തന്നെ ഇറങ്ങിപ്പോകുന്നു. അവിടെ കച്ചിത് റോട്ടിൽ വെച്ച് ആ പയ്യനോട് രാജ്ലോക്കിയുടെ പേരും പറഞ്ഞ് വഴക്കെല്ലാം ഉണ്ടാക്കാൻ നോക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ വിവരമെല്ലാം പറഞ്ഞ് രാജ്ലോക്കി അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നു. രാജ്ലോക്കിയുടെ ഈ പ്രവൃത്തി നായകന്റെ മനസ്സിൽ വളരെയധികം വിഷമമെല്ലാം ഉണ്ടാക്കുന്നു. അവൻ തന്റെ വിഷമങ്ങളെല്ലാം സുഹൃത്തായിട്ടുള്ള ഇന്ദ്രബൈയോട് തുറന്നു പറയുന്നു. അവിടെ കച്ചിത് പ്രസന്റിൽ ഡ്രഗ്സ് എല്ലാം അടിച്ചുകൊണ്ട് ബോധമില്ലാതെ ആ ബീച്ചിലൂടെ നടക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം ബോധമില്ലാതെ താഴെ വീഴാൻ പോകുന്ന നായകനെ കണ്ടതും പിയാലി അവിടേക്ക് വന്ന് നായകനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.